GDN കണ്ടിരുന്നു. GD നായിഡു, മാധവന്റെ പടം. ഈ മാധവൻ ഈയിടെ ചെയ്യുന്ന പടമൊക്കെ ഭയങ്കര സെലക്റ്റീവ് ആണ്. സംഗതി എല്ലാം കിടിലം വർക്കുമാണ്. ഇതൊരു ബയോപിക് ആണ്. മസ്റ്റ് വാച്ച് മൂവി എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും നല്ല തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. കിടിലം പടം. മാധവന്റെ ഓരോ ചിത്രത്തിലും മാധവന്റെ ഗ്രാഫ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഒരു ആക്ടിങ് കരിയർ തന്നെ വേറെ ലെവലിലോട്ട് മാറുവാണ്. ഒരുപാട് ആരാധകരുള്ളൊരു നടനാണല്ലോ മാധവൻ. ഒരിടയ്ക്ക് പുള്ളി മൊത്തത്തിലൊന്ന് ഡൗൺ ആയിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന പടങ്ങളെല്ലാം വേറെ വേറെ ലെവലാണ്. ലുക്ക് തന്നെ പുള്ളി മാറ്റുകയാണ്. ഒരു പടത്തിന് വേണ്ടി നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പുള്ളിക്ക് ഒരു ഹോളിവുഡ് മൂവീസിലൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധേയമായ ക്യാരക്ടർ കിട്ടേണ്ട ഒരാളാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം അയാളുടെ അഭിനയത്തിന്റെ ഒരു കഴിവ് കണ്ടിട്ട് ആ ഒരു ഹോളിവുഡ് പ്രൊഫഷണൽ ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ചിത്രം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളത് OTTയിലും മറ്റൊക്കെ വന്നിട്ട് കാണാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ക്വാളിറ്റി കിട്ടത്തില്ല. അത്രയും അടിപൊളി ഒരു വർക്ക് നമ്മൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. മാധവൻ ഇതിൻ്റെ അകത്ത് കോറൈറ്ററാണ്, ഡയറക്ടറും കോറൈറ്ററാണ്. മലയാളത്തിൽ നിന്ന് ഷഫ്ന എന്ന ആക്ട്രസ് ഉണ്ട്, നന്ദു ഉണ്ട്, ജയറാം ഒരു കേന്ദ്ര കഥാപാത്രത്തിലുണ്ട്, പ്രിയാമണി ഉണ്ട്. കേരളത്തിൽ നിന്ന് കുറച്ച് ആൾക്കാരുള്ളൂ. എല്ലാ സ്റ്റേറ്റിൽ നിന്നും ബോളിവുഡിൽ നിന്നും കുറച്ച് ആൾക്കാരെ എടുക്കും. മലയാളത്തിൽ നിന്ന് എടുക്കും, തമിഴിൽ നിന്ന് എടുക്കും, തെലുങ്കിൽ നിന്ന് എടുക്കും. ഇതൊരു പാൻ ഇന്ത്യൻ മൂവി ആക്കണമെന്നുണ്ടെങ്കിൽ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇവരെയൊക്കെ ഇടുമ്പോൾ അതാത് സ്റ്റേറ്റുകളിലൊക്കെ ഇത് റൺ ചെയ്തു പോകും. ഡയറക്ഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും എല്ലാം കിട്ടില്ല. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ക്വാളിറ്റി വർക്കാണ്. അതുകൊണ്ട് മടുപ്പ് ഫീൽ ചെയ്യത്തില്ല. കുറച്ച് AI പരിപാടിയൊക്കെ ഉണ്ട്. World War II ഒക്കെ കാണിക്കുന്നുണ്ട്. അത് AI ആണെന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷെ നമ്മളെ വെറുപ്പിക്കാത്ത രീതിയിൽ നമ്മൾ പല പടങ്ങളും കാണുമ്പം പണ്ടാരടങ്ങുന്ന വെറുപ്പീരാണ് കോടികളുടെ ബഡ്ജറ്റിൽ ചെയ്യുന്ന തെലുങ്ക് തമിഴ് പടങ്ങളിലൊക്കെ. അതൊക്കെ വെച്ച് നോക്കുമ്പം AI ആണെന്ന് മനസ്സിലാകും. പക്ഷെ ഒട്ടും വെറുപ്പിക്കാത്ത രീതിയിലുള്ള വർക്കാണ്. എന്താണെങ്കിലും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ നല്ല രീതിയിൽ റിസർച്ച് നടത്തിയിട്ടുണ്ട്. ഈ GD നായിഡുവിനെ കുറിച്ചുള്ള പുള്ളി ചെയ്ത സംഭാവനകൾ ഇതൊക്കെ നല്ല രീതിയിൽ പഠനം നടത്തിയിട്ടാണ് പടം ചെയ്തിരിക്കുന്നത്. സ്ക്രിപ്റ്റിലൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ഇന്ത്യക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണോ ഈ GD നായിഡു. നമ്മുടെ കോയമ്പത്തൂരിൻ്റെ ചരിത്രം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കോയമ്പത്തൂരിലോട്ട് എത്തി നിൽക്കുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. സത്യരാജ് ഇതിനകത്ത് നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിലെ കോസ്റ്റ്യൂമൊക്കെ ആർട്ട് വർക്കൊക്കെ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വണ്ടികളുടെ കളക്ഷനുണ്ട്. അതൊക്കെ അവർ സംഘടിപ്പിച്ചെടുത്തു. ഈ ഒരു കാലഘട്ടം കൊണ്ടുവരണ്ടേ, അതിനകത്ത് ആർട്ട് വർക്കിന് നല്ല പണിയുണ്ട്. ഈ GDN അറിയപ്പെട്ടുകൊണ്ടിരുന്നത് എഡിസൺ ഓഫ് ഇന്ത്യ എന്നൊക്കെയാണ്. പുള്ളി ഇങ്ങനത്തെ കണ്ടുപിടുത്തവും അങ്ങനെയൊക്കെ നടത്തുന്നതിൻ്റെ നിലയ്ക്കാണ് അങ്ങനെ ഒരു പേര് പുള്ളിക്ക് പറയാൻ കാരണം. ഞാൻ ഇതിൽ കൂടുതൽ വിളമ്പാൻ പോയി കഴിഞ്ഞാൽ സ്പോയിലർ ആവും. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. എന്താണെങ്കിലും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. നല്ലൊരു മൂവിയാണ്, നല്ലൊരു ബയോപിക്കാണ്. GD നായിഡു നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട. എല്ലാവർക്കൊന്നും അദ്ദേഹത്തെക്കുറിച്ച് അറിയത്തില്ല. ഞാനിപ്പോൾ ഈ പടത്തിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഈ പുള്ളിയെക്കുറിച്ച് സെർച്ച് ചെയ്ത് അതിനുശേഷമാണ് ഞാൻ പടത്തിന് പോയത്. പിന്നെ മാധവൻ എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ ഒരു അഭിനയമുണ്ട്. എനിക്കിത് വളരെ ഇഷ്ടമാണ്. അയാളുടെ ആക്ടിങ് സ്റ്റൈൽ ഓരോ പടത്തിലും വ്യത്യസ്തതയുണ്ട്. പുള്ളി ടോട്ടലി ആള് തന്നെ ചേഞ്ച് ആവുമല്ലേ ഓരോ ക്യാരക്ടറിന് വേണ്ടി. അതൊരു ആക്ടറിനെ സംബന്ധിച്ച് എല്ലാ ആക്ടേഴ്സൊന്നും അങ്ങനെ ചെയ്യാറില്ല, അതിന് തയ്യാറാറില്ല. അതെടുക്കാനുള്ളൊരു വിൽ പവറും അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥയൊക്കെ ഉണ്ട്. അത് പ്രകടിപ്പിക്കുമ്പം നമുക്ക് ആ ഒറിജിനൽ വ്യക്തിയായിട്ട് നമുക്ക് നല്ല സാമ്യം തോന്നിയിട്ടുള്ള പ്രകടനം പുള്ളിയുടെ. ഇതൊക്കെയാണ് എനിക്ക് പുള്ളിയുടെ മൂവീസ് കാണാനുള്ള ഇഷ്ടം. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് തന്നെയാണ് എന്നെ പിടിച്ചിരിക്കുന്നത് ഏറ്റവും ഭംഗിയായിട്ട്. അത് ആദ്യം മുതൽ അവസാനം. പിന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പം അവർ പോയിന്റ് പോകുന്നുണ്ട്. പക്ഷേ അതിനകത്തൊരു എക്സ്പ്ലനേഷൻ അവർ കൊടുക്കുന്നില്ല. സമയത്തിൻ്റെ ഷോർട്ടേജ് ആണ് നമുക്ക് മനസ്സിലായത്. ഈ പടം ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടുമായിട്ടൊക്കെ ഇറക്കുന്നതായിരുന്നു നല്ലത്. കാരണം ഇവർ പോയിന്റ് ചെയ്ത് പോയ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നി പേഴ്സണലി. അതായത് പടത്തിന്റെ ആസ്വാദനത്തെ ഒന്നും ബാധിച്ചിട്ടില്ല. അപ്പം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചപ്പം ഇത്രയും വരുന്ന സാധനം അവർ ഇത്രയായിട്ട് ഡ്രീം ചെയ്തപ്പം ഉള്ള ചില പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്ത്. അതിപ്പോൾ നമ്മൾ ആ ബുക്ക് വായിക്കുകയല്ലെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു റിസർച്ച് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും തിരക്കഥാകൃത്ത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുള്ളത് നമുക്ക് മനസ്സിലാവും. തിയേറ്ററിൽ പോയി കണ്ടാൽ നിങ്ങളെ മടുപ്പിക്കത്തില്ല. എന്താണെങ്കിലും നിങ്ങൾക്കിത് വെർത്താണ്. ഇതിനെക്കുറിച്ച് അറിയാൻ മേലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. ഇനി അറിഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ വായിച്ച് കേട്ട കാര്യങ്ങൾ അത് വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറയുന്നത് അത് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആണത്. എല്ലാ ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ പറയുന്നു. ഇപ്പം ഇങ്ങനത്തെ പടങ്ങളൊക്കെ പാൻ ഇന്ത്യൻ മൂവിയായിട്ട് വരുന്നതുകൊണ്ട് എല്ലാവരിലോട്ട് ഇതെത്തും. എല്ലാ ഭാഷയിലും ഉണ്ടല്ലോ. എന്താണെങ്കിലും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.